എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയ ഐഫോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കുകയായിരുന്നു. സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് വായിച്ചപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സോ? അദ്ദേഹത്തിന്റെ ഐഫോൺ എന്ന ആശയം ശരിക്കും ഒരു വിപ്ലവമായിരുന്നു, അല്ലേ? അതെ, 2007 ആദ്യത്തെ ഐഫോൺ അവതരിപ്പിച്ചപ്പോൾ അതൊരു സാധാരണ ഫോൺ മാത്രമായിരുന്നില്ല, അതൊരു പുതിയ ലോകത്തിലേക്കുള്ള വാതിലായിരുന്നു. ടച്ച് സ്ക്രീൻ, ഇന്റർനെറ്റ്, ആപ്പുകൾ എല്ലാം ഒരു ഫോണിൽ. അതിനു മുമ്പ് നമ്മൾ സങ്കല്പിക്കാത്ത കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ശരിയാണ്. എനിക്കോർമ്മയുണ്ട്, ആദ്യകാലങ്ങളിൽ കീപാഡും ചെറിയ സ്ക്രീനുമുള്ള ഫോണുകളായിരുന്നു കൂടുതലും. ആ ഫോൺ വന്നതിന് ശേഷമാണ് സ്മാർട്ട് ഫോൺ എന്ന ആശയം തന്നെ ലോകം മുഴുവൻ സ്വീകരിക്കാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, ആ ഫോണിന്റെ ഡിസൈൻ കണ്ടോ? വളരെ ലളിതവും മനോഹരവുമാണ്. അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ വേഗത്തിലും സുഗമമായും പ്രവർത്തിക്കുന്നു. ആപ്പിൻ്റെ സ്റ്റോറായ ആപ്പ് സ്റ്റോർ വന്നതോടെ ഒരുപാട് ഡെവലപ്പർമാർക്ക് അവരുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടി. പക്ഷേ ആ ഫോണിന് ചില പോരായ്മകളും ഇല്ലേ? വില വളരെ കൂടുതലാണ്. ചില ഫീച്ചറുകൾ മറ്റു ഫോണുകളിൽ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ശരിയാണ്, വില ഒരു പ്രധാന വിഷയമാണ്. എന്നാൽ ആപ്പിൾ നൽകുന്ന സുരക്ഷയും കാലാകാലങ്ങളിൽ ലഭിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഉപയോഗിക്കാനുള്ള എളുപ്പവും അതിനെ വേറിട്ട് നിർത്തുന്നു. ആപ്പിൾ ഉപയോക്താക്കളെ സംബന്ധിച്ച് ഇതൊരു സാധാരണ ഫോൺ മാത്രമല്ല, അതൊരു അനുഭവം കൂടിയാണ്. അപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിൽ ആ ഫോൺ എപ്പോഴും മുൻപന്തിയിലായിരിക്കും, അല്ലേ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം ഇന്ന് ഒരുപാട് നല്ല സ്മാർട്ട് ഫോണുകൾ വിപണിയിലുണ്ട്. പക്ഷേ ആ ഫോൺ മൊബൈൽ ഫോൺ വ്യവസായത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് കണ്ടറിയാം.